രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയിരുന്ന പൊതുമേഖലാ സ്ഥാപനമായ HMT പുനരുദ്ധരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെയാണ് കേന്ദ്ര സർക്കാർ സമഗ്ര പദ്ധതി തയ്യാറാക്കിയത്. ലാഭത്തിലുള്ള ഏക യൂണിറ്റായ കളമശ്ശേരിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി കഴിഞ്ഞ മാസം സന്ദർശനം നടത്തിയ ശേഷം നടപടികൾ വേഗത്തിലാക്കി. ജനുവരിയോടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് ജീവനക്കാരുടെ പ്രതീക്ഷ. ഉൽപാദനം പുനരാരംഭിച്ചാൽ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഗുണകരമാകുമെന്ന് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി കൃഷ്ണദാസ് പറഞ്ഞു. ഞങ്ങളത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി HMTയുടെ പഴയകാല പ്രൗഢി തിരിച്ചു വരാനുള്ള ഒരു അവസാനത്തെ ശ്രമമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഒക്ടോബർ അവസാനത്തോടുകൂടി കേന്ദ്രമന്ത്രിക്കും HMTക്കും അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും HMTയുടെ തിരിച്ചുവരവിനുള്ള ഒരു തുടക്കമായിരിക്കുമെന്നാണ് ഞങ്ങൾ തൊഴിലാളികൾ വിചാരിക്കുന്നത്. HMTയുടെ ആസ്ഥാനമായ ബംഗളൂരുവിലാണ് ജനപ്രിയമായ വാച്ചുകൾ പ്രധാനമായും നിർമ്മിച്ചിരുന്നത്. 2016 വാച്ച് നിർമ്മാണം നിർത്തി. ട്രാക്ടർ, ലാമ്പുകൾ, ബെയറിംഗുകൾ എന്നിവയുടെ നിർമ്മാണവും വിവിധ ഘട്ടങ്ങളിലായി നിർത്തിയിരുന്നു. കളമശ്ശേരിക്ക് പുറമെ ബംഗളൂരു, ഹൈദരാബാദ്, രാജസ്ഥാൻ, ഔറംഗാബാദ് യൂണിറ്റുകളാണ് ഭാഗികമായി പ്രവർത്തിക്കുന്നത്. HMT ഉൽപ്പന്നങ്ങൾ എക്കാലത്തും വിശ്വാസ്യതയിൽ ഒന്നാമതായിരുന്നു. ഉൽപാദനം പുനരാരംഭിച്ചാൽ നിരവധി തൊഴിലാളികൾക്ക് ഗുണകരമാകും. അതിന്റെ ആശ്വാസത്തിലും പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ. ക്യാമറാമാൻ അഖിൽ ഷായ്ക്കൊപ്പം കീർത്തി മോഹൻ, കൈരളി ന്യൂസ്.